ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ കേരള ബാങ്കിൻ്റെ എക്സാമിനും അതുപോലെ തന്നെ JCA സിലബസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണ് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അതായത് നമ്മളുടെ JCA എക്സാം എഴുതിയവർക്ക് അറിയാം, രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് അഡൽട്ട് പെൻഷൻ്റെ ഏജ് ഗ്രൂപ്പ് എന്താണെന്നും അതുപോലെ തന്നെ റിവൈസ്ഡ് റേറ്റ് ഓഫ് പ്രീമിയം ഡെബിറ്റഡ് ഫോർ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ റിവൈസ്ഡ് പ്രീമിയം റേറ്റുമാണ്. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് JCA എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ബാങ്കിനും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇത് ഓരോ സ്കീം പഠിക്കുമ്പോഴും അത് ലോഞ്ച് ചെയ്തത് ആരാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ഗ്രൂപ്പ് ഏതാ വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആനുവൽ പ്രീമിയം എത്രയാണ് വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്, ഈ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 9th May 2015, 2015 മെയ് 9 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ലോഞ്ച് ചെയ്തത്. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് അത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഏജ് ഗ്രൂപ്പ് വരുന്നത് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആനുവൽ പ്രീമിയം വരുന്നത് 20 രൂപയാണ് പെർ ആനും പെർ മെമ്പർ. ഒരു മെമ്പർക്ക് ഒരു വർഷത്തേക്ക് 20 രൂപയാണ് വരുന്നത്. മുന്നേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12 രൂപയായിരുന്നു. പിന്നീടാണ് അത് 20 രൂപയാക്കി മാറ്റിയത്, ആനുവൽ പ്രീമിയം മാറ്റിയത്. പ്രീവിയസ്ലി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 12 രൂപയാണ്. ഇതൊരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണ്. ഇതിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ ഡിസേബിലിറ്റി കവറാണ് ഈ ഒരു ഇൻഷുറൻസ് ൻ്റെ മെയിനായിട്ടുള്ള ഒരു കവറേജ് എന്ന് പറയുന്നത്. ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന ഡിസേബിലിറ്റി, ഇതിനാണ് ഈ ഇൻഷുറൻസ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 9th May 2015 കൊൽക്കത്തയിലാണ് ലോഞ്ച് ചെയ്തത്. ഏജ് ഗ്രൂപ്പ് വരുന്നത് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. ആനുവൽ പ്രീമിയം ₹20 പെർ ആനുവം പെർ മെമ്പറാണ്. പ്രീവിയസ് റേറ്റ് എന്ന് പറയുന്നത് ₹12 ആയിരുന്നു. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണ് കവറേജ് എന്ന് പറയുന്നത്. ആക്സിഡൻ്റൽ ഡെത്തും ഡിസേബിലിറ്റിയൊക്കെയാണ്. പ്രീവിയസ് റേറ്റ് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് റിവൈസ്ഡ് റേറ്റ് ആണ്. ഈ JCA എക്സാമിന് ചോദിച്ചത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ റിവൈസ്ഡ് റേറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ പ്രീവിയസ് റേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പ്രീവിയസ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയും ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 9th May 2015 കൊൽക്കത്തയിലാണ് ഇതും ലോഞ്ച് ചെയ്തത്. രണ്ടും ഒരേ ഡേറ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 9th May 2015 പിന്നീട് ഇതിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയാണ്. 2015 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരുൺ ജെയ്റ്റ്ലിയാണ്. ഇതൊരു ടേം ലൈഫ് ഇൻഷുറൻസ് ആണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്നത് ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 2 lakh rupees ആണ്. ഇതിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 436 രൂപയാണ് പെർ ആനും പെർ മെമ്പർ. 436 രൂപ പെർ ആനും പെർ മെമ്പറാണ്. ഇതിൻ്റെ പ്രീവിയസ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആണ് 436. ശ്രദ്ധിക്കുക, 436 ഇതായിരുന്നു ചോദ്യം. പ്രീവിയസ് റേറ്റ് എന്ന് പറയുന്നത് 330 രൂപയാണ്. 330 rupees പെർ ആനും പെർ മെമ്പറാണ്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 436 രൂപയാണ്. ഈ 2022 ഈ 436 ഇത് റിവൈസ് ചെയ്തത്. 2022 അതുവരെ
എമൗണ്ട് ഉണ്ടായിരുന്നത് 330 രൂപയാണ്. 2022 436 രൂപയായിട്ട് പ്രീമിയം എമൗണ്ട് റിവൈസ് ചെയ്തത്. ഇതിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ഡെത്ത് ഓൺ അക്കൗണ്ട് ഓഫ് എനി റീസൺ, അതായത് ഡെത്ത് ഏത് കാരണം കൊണ്ടുള്ള മരണത്തിനും ഈ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 9th May 2015 കൊൽക്കത്തയിലാണ് ലോഞ്ച് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരുൺ ജെയ്റ്റ്ലിയാണ്. ടേം ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 2 lakh rupees ആണ്. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 436 രൂപ പെർ ആനും പെർ മെമ്പറാണ്. പ്രീവിയസ് അതിൻ്റെ എമൗണ്ട് 330 രൂപയായിരുന്നു. 2022 ഇത് റിവൈസ് ചെയ്തത്. പിന്നെ കവറേജ് എന്ന് പറയുന്നത് ഡെത്ത് ഓൺ അക്കൗണ്ട് ഓഫ് എനി റീസൺ. നെക്സ്റ്റ് വൺ ആണ് അഡൽട്ട് പെൻഷൻ യോജന. അഡൽട്ട് പെൻഷൻ യോജനയാണ് കഴിഞ്ഞ അഡൽട്ട് പെൻഷൻ യോജനയാണ് നമ്മൾ ഏജ് വെച്ചിട്ട് കഴിഞ്ഞ JCE എക്സാമിന് ചോദിച്ചത്. ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 9th May 2015 ആണ്. കൊൽക്കത്തയിലാണ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഇതിൻ്റെ ഏജ് വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. നമുക്ക് എന്താണ് 60 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെൻഷൻ അറ്റൈൻ ചെയ്യും. പെൻഷൻ അറ്റൈൻഡ് അറ്റ് ഏജ് ഓഫ് 60 years. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് PFRDA ആണ്, അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ആളുകൾക്ക് ഒരു ഫ്യൂച്ചർ ഇൻകം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് ഒരു പെൻഷൻ അവർക്ക് പെൻഷൻ ബെനിഫിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന വർക്കേഴ്സിനെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ അഡൽട്ട് പെൻഷൻ യോജന. അപ്പോൾ അതാണ് ഈ ഒരു അഡൽട്ട് പെൻഷൻ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സെക്യൂരിറ്റി സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കേരള ബാങ്കിൻ്റെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 30 days ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും പിന്നെ അതുപോലെ തന്നെ 30 daysന് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം JCE എക്സാം വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇനിയുള്ള ഒരു വലിയ അവസരം എന്ന് പറയുന്നത് ഈ കേരള ബാങ്കാണ്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ കേരള ബാങ്കിൻ്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് CSEB എക്സാം ആണ്. CSEB എക്സാം പുതിയ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും. അപ്പോൾ CSEBയുടെ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. CSEBയുടെ പുതിയ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് സെഷൻസും മോഡൽ എക്സാംസ് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ CSEB എക്സാമിനും കേരള ബാങ്കിൻ്റെ എക്സാം കഴിയാൻ വെയിറ്റ് ചെയ്യേണ്ട. CSEB എക്സാമിന് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തായാലും നമുക്ക് 3 months ഉള്ളിൽ എക്സാം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ CSEB ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണ്. ബാങ്ക് ത്രൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന PM സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്